ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു: അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ദൈവിക സ്വസ്ഥത. ആ ദൈവിക സ്വസ്ഥത പുതിയ നിയമ ഇസ്രായേലാകുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ അവിടെ നാം എത്തുന്നില്ല എങ്കിൽ നാം ഭയപ്പെടുക എന്നുള്ള ഭയനിർദ്ദേശമാണ് അപ്പോസ്തലൻ പറയുന്നത്. ഏതാണ് ഈ ദൈവിക സ്വസ്ഥത? അത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയും: നല്ലതും വിശാലമായതും പാലും തേനും ഒഴുകുന്നതുമായ വാഗ്ദത്ത കനാൻ. ആ സ്വസ്ഥതയിലേക്കാണ് നാം പ്രവേശിക്കേണ്ടത്. എന്താണത്? പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. ആ വിശുദ്ധ നഗരത്തിന് വേണ്ടിയാണ് നാം ഓരോരുത്തരും കാത്തിരിക്കുന്നത്. അവിടെ നമ്മെ എത്തിക്കുന്നത് ദൈവമാണ്. നാം അവനെ കീഴ്പ്പെട്ട താണിരുന്നാൽ മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ മോശെ ഇപ്രകാരം പറയും: സെയീർ പർവ്വതം വഴിയായി ഹോരേബിൽ നിന്ന് കാദേസ് ബർണയിലേക്ക് 11 ദിവസത്തെ വഴിയുണ്ട്. ദൈവം മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിക്കുമ്പോൾ വളരെ വ്യക്തമായി ഇവിടെ പറയുന്നു, ഹോരേബിൽ നിന്ന് കാദേസ് ബർണയ വരെ 11 ദിവസത്തെ വഴിയുണ്ട്. ദൈവം കൃത്യമായി എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടാണ് അവരെ പറഞ്ഞയക്കുന്നത്. അവർ ഭക്ഷിച്ചിരിക്കുന്നത് പെസഹ ഭക്ഷണമാണ്. നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിലുണ്ട്. ആ പെസഹ കുഞ്ഞാടിൻ്റെ തീയിൽ ചുട്ടതായ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും കയ്പിചിരിയോടുകൂടെ അവർ തിന്ന് അവർ യാത്ര പുറപ്പെടുകയാണ്. അവർ ചെരിപ്പിട്ടും വടിപിടിച്ചും തിടുക്കത്തോടെയും തിന്നുകയാണ്. ജീവൻ്റെ അപ്പം ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് വഴി നടക്കുവാൻ ആവശ്യമായതെല്ലാം ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, ആ ജനം പെറുപിറുക്കുകയാണ്. ദൈവത്തോടും മോശയോടും പെറുപിറുക്കുകയാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 24-ാമത്തെ വാക്യം: അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. മരുഭൂമിയിൽ ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളമില്ല. അവർ മോശയോട് പിറുപിറുക്കുകയാണ്. മോശയോടുള്ള പിറുപിറുപ്പ് വാസ്തവത്തിൽ ദൈവത്തോടാണ്. അവർക്ക് ദൈവിക വഴികളോട് ചേരാൻ കഴിയുന്നില്ല. അവർക്ക് മോശയുടെ ഉപദേശത്തെ സ്വീകരിപ്പാൻ കഴിയുന്നില്ല. അവരുടെ ഹൃദയം അതിനോട് താതാമ്യം പ്രാപിക്കുന്നില്ല. വാസ്തവത്തിൽ അവരുടെ ശരീരം മുന്നോട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് എതിർക്കുകയാണ്. അത് അവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്. അത് ജഡീക മനുഷ്യൻ്റെ മനസ്സാണ്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നിങ്ങൾ ഓരോരുത്തരും ശാന്തമായി ചിന്തിക്കുക. ദൈവത്തോട് പൂർണ്ണമായി ഐക്യമത്യപ്പെട്ട് ജീവിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എൻ്റെ ജീവിതയാത്രയിൽ ദൈവത്തോടുള്ളതായ സ്നേഹത്താൽ എൻ്റെ ഹൃദയം നിറഞ്ഞിട്ടുണ്ടോ? ദൈവം എന്നോട് എന്ത് കൽപ്പിച്ചാലും അത് അനുസരിക്കുമെന്നുള്ളൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ആ ജനം പിറുപിറുക്കുകയാണ്. ഞങ്ങൾ എന്ത് കുടിക്കും? ഈ മരുഭൂമിയിൽ എന്ത് കുടിക്കുമെന്നാണ് അവർ പറയുന്നത്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം കാണാം: ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രൈം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ആ ജനം വാഗ്ദത്തനാനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. പക്ഷേ അവരുടെ ഹൃദയം പുറകോട്ട് പോവുകയാണ്. അവരുടെ ഹൃദയം മിസ്രൈമിലാണ്. ഫറവോൻ്റെ അടിമത്തത്തിൽ ജീവിക്കുന്നതാണ് നല്ലതെന്നാണ് ആ ജനം പറയുന്നത്. ഫറവോ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമൃദ്ധിയായി ആഹാരം തന്നിരുന്നു. ഇറച്ചിക്കലങ്ങളുടെ അരിയിൽ ഞങ്ങളിരുന്ന് മതിയാവോളം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ജനം അവരാതി പറയുകയാണ്. അവരുടെ ഹൃദയം പുറകിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവർ, ആ ജനം ആത്മീക ജനമാണോ? ശാന്തമായി നിങ്ങൾ ചിന്തിക്കുക. ഇന്ന് ജീവിക്കുന്ന വിശ്വാസി എന്ന് അഭിമാനിക്കുന്ന ദൈവമക്കളുടെ ഹൃദയം എങ്ങോട്ടാണ് പോകുന്നത്? ജഡീക ഇമ്പങ്ങളിലാണോ? ലോകമോദങ്ങളിലാണോ? ഈ ലോകത്തിലെ പണത്തിലും പ്രതാപത്തിലുമാണോ?
ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളിലാണോ എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പുറമേയുള്ള വാക്കുകളല്ല, പുറമേയുള്ള വേഷമല്ല, ഹൃദയത്തിൻ്റെ മനോഭാവം നോക്കുന്ന ദൈവമുണ്ട്. ദൈവം അതാണ് നോക്കുന്നത്. ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും പരിശോധിക്കുന്നവനായ ദൈവം. ആ ജനം മോശയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അവരോട് ചേർന്ന് മേഘസ്തംഭവും അഗ്നിസ്തംഭവുമുണ്ട്. അത് ദൈവിക സാന്നിധ്യത്തെ കാണിക്കുന്നുണ്ട്. അവരെ പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്നുവരെയും അവർക്കൊരു ദോഷവും വന്നിട്ടില്ല. അവർക്കൊരു കാര്യവും മുടങ്ങിയിട്ടില്ല. എല്ലാം ദൈവം കൃത്യമായി ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് വിശ്വസിക്കാൻ തക്കോണം എല്ലാം കർത്താവ് പ്രവർത്തിച്ചു. പക്ഷേ ആ ജനത്തിൻ്റെ ഹൃദയം മാറുന്നില്ല, അവരുടെ ലക്ഷ്യം മാറുന്നില്ല. അവിടെ ഹൃദയം മിസ്രൈമിലേക്ക് പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് വെള്ളം ആര് തരും? ഞങ്ങൾക്ക് ഇറച്ചിയോട് നിന്ന് കിട്ടും. അവിടെയാണ് അവരുടെ സന്തോഷം ഇരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 7-8 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വളരെ പ്രസിദ്ധമായ ഗിരിപ്രഭാഷണങ്ങളിൽ ഇപ്രകാരം കർത്താവ് പറഞ്ഞു: പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ പോയി മുട്ടുമടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നവനായ ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടത് തരുമെന്നുള്ളത് വളരെ കൃത്യമാണ്. എന്നാൽ ആ ജനം ആ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ആ ജനം, അവർക്ക് മിസ്രൈമിലെ വാസം, ഫറവോൻ്റെ അടിമത്വം, ഫറവോൻ്റെ അടിമത്വത്തിൽ കഴിഞ്ഞുകൊണ്ട് ഫറവോൻ കൊടുക്കുന്ന ഉള്ളിയും കിഴങ്ങും ചിറ്റുള്ളിയും അവിടെയുള്ളതായ മാതളപ്പഴങ്ങളും അവിടെയുള്ള ഇറച്ചിയും ഫറവോൻ്റെ ഭക്ഷണം. അവന് സമ്പാദന നഗരങ്ങൾ പണിയുന്നതിന് അവർക്ക് മടിയില്ല, അവൻ്റെ അടിമത്വത്തിൽ കഴിയുന്നവർക്ക് മടിയില്ല. എന്നാൽ ഞങ്ങൾ ആരാധനയില്ലാത്ത സ്ഥലത്താണ്, ഞങ്ങൾ ദൈവവുമായി ബന്ധമില്ലാത്ത സ്ഥലത്താണ്, ഞങ്ങൾക്ക് യാഗമില്ല, ആരാധനയില്ല, ഈ വക ചിന്തകൾ യാതൊന്നും അവർക്കില്ല. നാവിൽ സ്തുതിയുണ്ടോ? ദൈവവുമായുള്ള ബന്ധമുണ്ടോ? എൻ്റെ നാവിൽ നിന്ന് സ്പോന്തനിയസായ സ്തുതി ദൈവസന്നിധിയിലേക്ക് ഉയരുന്നുണ്ടോ? ഇതൊന്നും വിഷയമേ അല്ല. അവർക്ക് ജഡത്തിൻ്റെതായ ഇച്ഛകൾ. ഞങ്ങൾ എന്ത് തിന്നും, ഞങ്ങൾ എന്ത് കുടിക്കും, ജാതികളെപ്പോലെ, വെറും ലോകജാതികളെപ്പോലെ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവർ, 3 തരം മനുഷ്യരുണ്ട് ആത്മീയമായി: പ്രാകൃത മനുഷ്യർ, ജഡീക മനുഷ്യർ, ആത്മീക മനുഷ്യർ. അവർ മിസ്രൈമിൽ പാർത്ത കാലം പ്രാകൃത മനുഷ്യരായിരുന്നു. എന്നാൽ ദൈവം അവരെ വിടുവിച്ചു, അവരെ മരുഭൂമിയിലൂടെ നടത്തി. ഫറവോൻ്റെ അധികാരപരിധിയായ ചെങ്കടൽ കടന്ന് അവർ മരുഭൂമിയിലേക്ക് കടന്നു. ആ ഫറവോൻ്റെ അധികാരപരിധി വിട്ടു. എന്നാൽ അവിടെ ഹൃദയം മാറിയില്ല, അവിടെ ലക്ഷ്യം മാറിയില്ല. അവരുടെ ശരീരം വാഗ്ദത്ത കനാലിലേക്ക് നടക്കുന്നുണ്ട്, പക്ഷേ അവരുടെ ഹൃദയം പുറകോട്ട് പോവുകയാണ്. ഇന്ന് അനേകരുടെയും അവസ്ഥ അത് തന്നെയാണ്. യേശുവേ യേശുവേ നാം വിളിക്കുന്നുണ്ട്, പക്ഷേ ഹൃദയം തിന്മയിലേക്ക് പോയിരിക്കുകയാണ്. ഈ ലോക സുഖങ്ങളിലാണ്, ജഡ ഇമ്പങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത്. അതുതന്നെയാണ് ഇസ്രായേൽ ജനത്തിന് അപകടം വന്നത്. നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത് എന്ന് കർത്താവ് പറഞ്ഞു. ഇവിടെ അവർ ഞങ്ങൾ എന്ത് തിന്നും, ഞങ്ങൾ എന്ത് കുടിക്കുമെന്നാണ് പറയുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും: നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. നിങ്ങൾ സ്നാനമേറ്റയാളായാലും, നിങ്ങൾ എത്ര ആത്മീയ ഉന്നതത്വങ്ങളിൽ നിൽക്കുന്നയാളാണെങ്കിലും, നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുകളുണ്ടെങ്കിലും, നിങ്ങൾക്ക് എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും, നിങ്ങൾ എത്ര വലിയ ധനികനാണെങ്കിലും, നിങ്ങൾക്ക് അനേകരുടെ സപ്പോർട്ടും പിന്തുണയും ഉണ്ടെങ്കിലും, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. കൃത്യമാണ്. നിനക്ക് ആത്മാവിൽ ജീവൻ കാണുകയില്ല, ദൈവവുമായുള്ള ബന്ധം കാണുകയില്ല. ഇസ്രായേൽ ജനം മിസ്രൈമിൽ ഫറവോൻ്റെ അടിമത്തത്തിൽ കഴിയുന്നതുപോലെ എന്നും അനേകർ കഴിയുകയാണ്. ബഹുഭൂരിപക്ഷവും കഴിയുന്നുവെന്ന് വേദനയോടെ പറയട്ടെ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. നാം ആരെ അനുസരിച്ചാണ് ജീവിക്കുന്നത്? ഞാൻ എന്താണ് കഴിക്കുന്നത്? ഞാൻ എന്താണ് കുടിക്കുന്നത്? എനിക്കിഷ്ടമുള്ളത് ഞാൻ കഴിക്കും, എനിക്കിഷ്ടമുള്ളത് ഞാൻ കുടിക്കും, എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയും, എനിക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ നോക്കും, എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ കിടക്കും, എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ എഴുന്നേക്കും,
മനുഷ്യൻ സ്വാർത്ഥമതികളായി ജീവിക്കുകയാണ്, ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുകയാണ് എന്ന വിശ്വാസികളെന്ന് പറയുന്നവർ പ്രാകൃതരും ജഡീകരുമായി ജീവിക്കുകയാണ്. എന്നാൽ പ്രാകൃത മനുഷ്യനോ ജഡീക മനുഷ്യനോ വാഗ്ദത്തകനാൽ അവകാശം കിട്ടുകയില്ല. അത് വളരെ കൃത്യമാണ്. അത് ആത്മീയർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. റോമർക്കെഴുതിയ ലേഖനം 8-13 വാക്യത്തിൽ ഇപ്രകാരം വായിച്ചു കേട്ടു: നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ദൈവവേദലേ, മാമോദിസയുടെ റൂസ്മായാൽ മുദ്ര കുത്തപ്പെട്ട ദൈവവേദലേ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജയകരമായ ശ്രീഭായാൽ രക്ഷിക്കപ്പെട്ട ദൈവജനമേ, നിങ്ങൾ ഇന്ന് ജീവിക്കുന്നത് ജഡത്തെ അനുസരിച്ചാണോ? നീ ആത്മാവിൽ മരിച്ചിരിക്കും ഉറപ്പ്. സ്തോത്രം. നീ പ്രാപിച്ചത് നഷ്ടമായി പോവും. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നഷ്ടമായി പോവും. പ്രിയപ്പെട്ടവരെ, അത് വളരെ വ്യക്തമായ വചനം പറയുന്നു. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. തുടർന്ന് നമുക്ക് വായിച്ചു കേൾക്കാം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. നിങ്ങൾക്ക് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മരണാവസ്ഥ മാറി ജീവൻ പ്രാപിക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട. എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഒരു പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒന്നാം ഘട്ടമായ മേഘപ്രത്യക്ഷത വരെ ആ പരിശുദ്ധാത്മാവാം ദൈവം ഈ ഭൂമിയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. ക്രിസ്തു എന്ന നിർമ്മല പുരുഷന് മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കും. ആ വലിയ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളാരെല്ലാം തിരിച്ചറിയുന്നുണ്ട്. ഈ ആത്മാവിന് കീഴ്പ്പെടുക നിങ്ങൾക്ക് ആർക്കെല്ലാം മനസ്സുണ്ട്. ദൈവവേദനയെ വാസ്തവമായും നീ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യങ്ങൾ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് നീ പ്രാർത്ഥിച്ചാൽ, എനിക്കൊരു വിശുദ്ധ ജീവിതം വേണമേ, നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരും. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ: പാപമോചനം പ്രാപിക്കുക, പാപത്തിന് മേൽ ജയം പ്രാപിക്കുക. അതിന് നിൻ്റെ യാതൊരു കഴിവ് കൊണ്ടും സാധ്യമല്ല, നിൻ്റെ പദവി കൊണ്ട് സാധ്യമല്ല, നിൻ്റെ പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ സാധ്യമല്ല. പരിശുദ്ധാത്മാവിനാൽ മാത്രം. പരിശുദ്ധാത്മാവിനെ എങ്ങനെ പ്രാപിക്കാം? പാപമോചനം എങ്ങനെ പ്രാപിക്കാം? പ്രിയപ്പെട്ടവർ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം, 1 യോഹന്നാൻ 1:7, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കൃത്യമായ വചനം, വാഗ്ദത്ത വചനം. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ആ യേശുവിൻ്റെ തിരുരക്തം നിങ്ങളെ കഴുകും. എപ്പോൾ? സദൃശവാക്യങ്ങൾ 28:13, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ചടങ്ങായിപ്പോയി പാപം ഏറ്റുപറഞ്ഞാൽ പാപമോചനം കിട്ടി എന്ന് ധരിച്ച് പാപം ചെയ്യാനുള്ള ലൈസൻസ് വാങ്ങിക്കൊണ്ടു പോകുന്ന വിശ്വാസി എപ്പോഴാണ് പാപമോചനം കിട്ടുന്നത്? പാപങ്ങളെ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. വളരെ കൃത്യമാണ് വചനം, മാറ്റമില്ലാത്ത വചനം, മള്ളിപുള്ളി മാറാത്ത വചനം. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാണോ? പാപങ്ങൾ ഏറ്റുപറയുന്നുണ്ടോ പക്ഷെ ഉപേക്ഷിക്കുന്നുണ്ടോ? പാപമോചനം എന്ന വാക്കിൻ്റെ ഡെഫിനീഷൻ, പാപം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപയും കൂടെയാണ് പാപമോചനം. ദൈവത്തിന് സ്തോത്രം. പാപമോചനം എന്നതിൻ്റെ ആപ്തവാക്യം ഏറ്റുപറയുന്ന പാപങ്ങൾ ക്ഷമിക്കുകയും ആ പാപങ്ങൾ മേലാൽ ചെയ്യാതിരിക്കാനുള്ള കൃപയും കൂടെയാണ് പാപമോചനം. ആ പാപമോചനം നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവം ഇപ്പോൾ ഒരു അവസരം തരികയാണ്. തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ദൈവത്തിന് കരുണ ലഭിക്കും. എന്താണ് ആ കരുണ? തിരുരക്തത്താലുള്ള കഴുകൽ കിട്ടും. തിരുരക്തത്താൽ നിൻ്റെ പാപങ്ങൾ കഴുകപ്പെട്ടാൽ, ഇതുവരെയുള്ള സകല പാപങ്ങളും മോചിക്കപ്പെട്ടാൽ, അടുത്ത സെക്കൻഡിൽ നിനക്ക് ദൈവം പരിശുദ്ധാത്മാവിന് ദാനം തരും, ആത്മാവിനെ തരും. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. വേറെ തത്വമൊന്നുമില്ല, വേറെ കർമ്മ പരിപാടികളൊന്നുമില്ല. നീ എത്ര പള്ളി പണിത് കൊടുത്താലും പ്രയോജനമില്ല, നീ പെരുന്നാൾ ഏറ്റെടുത്തിയാലും പ്രയോജനമില്ല, എത്ര പുണ്യസ്ഥലങ്ങളിലേക്ക് നീ പോയാലും പ്രയോജനമില്ല. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. നിങ്ങൾക്ക് മനസ്സാണോ? നിങ്ങൾക്ക് തന്നെത്താൻ തീരുമാനിക്കാം. ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഇപ്പോൾ ദൈവസ്ഥലിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവാൻ ദൈവം എന്നെ പാപം കൂടാതെ നടത്തും. ആർക്കെല്ലാം ബോധ്യമുണ്ട്? പ്രിയപ്പെട്ടവർ, ഈ വചനം കേൾക്കുന്നവരിൽ അനേകം സ്ത്രീകളിൽ, വിവാഹിതരായ സ്ത്രീകളിൽ, നിങ്ങൾക്കൊരിക്കൽ സ്വന്തം വീടുണ്ടായിരുന്നു,
സ്വന്തം മുറിയുണ്ടായിരുന്നു, സ്വന്തം കിടക്കയുണ്ടായിരുന്നു, സ്വന്തം മേശയും സ്വന്തം കസേരയും ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെത്താൻ ഉപയോഗിക്കുന്നതായ പേനയും തോർത്തും എല്ലാം നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഒരു വിവാഹം നടന്നപ്പോൾ എല്ലാം വിട്ട് നിങ്ങൾ മണവാളൻ്റെ വീട്ടിലേക്ക് ചെന്നില്ലേ? മണവാളൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെട്ട് നിന്നില്ലേ? ഇത് നിങ്ങൾക്കറിയാവുന്നതല്ലേ? ഈ ഭൂമിയിലെ വിവാഹ ജീവിതം അത് ഭാവിയിലെ കർത്താവായ യേശു ക്രിസ്തു എന്ന നിർമ്മല പുരുഷൻ്റെ മണവാട്ടിയായി തീരേണ്ടവരല്ലേ നാം? അന്ന് നാം എങ്ങനെ ജീവിക്കും? ഇന്ന് നാം ജീവിക്കുന്നുണ്ടെങ്കിൽ അന്ന് സാധിക്കും. പ്രിയപ്പെട്ടവർ, ഇപ്പോൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങളെ ആളത്വത്തോട് യാത്ര പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ പ്രകൃതങ്ങളോട് യാത്ര പറഞ്ഞുകൊണ്ട്, ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ വന്ന പാപങ്ങളോട് ഞാൻ എന്നേക്കുമായി യാത്ര പറയുന്നു. ഇനി മനസ്സറിഞ്ഞൊരു പാപത്തിലേക്ക് ഞാൻ പോവുകയില്ല എന്ന് നീ ഇപ്പോൾ പുറമേ വാക്കുകൊണ്ടല്ല, നിൻ്റെ ഹൃദയത്തിൽ തീരുമാനിച്ചാൽ ഇത് കാണുന്ന ഒരു ദൈവമുണ്ട്. അത് മനുഷ്യരാരും കാണുകയില്ല. ഒരു മനുഷ്യർക്കും മനുഷ്യൻ്റെ ഹൃദയത്തിൽ തീരുമാനങ്ങൾ അറിയാനൊക്കുകയില്ല. അതറിയുന്ന ഒരേ ഒരു വ്യക്തി സൃഷ്ടാവായ ദൈവമാണ്. ആ ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ നമ്മുടെ അരികിൽ തന്നെയുണ്ട്. വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ അരികിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ വാരക്ക് നിൽക്കുന്നുണ്ട്. ആ ദൈവം കേൾക്ക്, ആ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു കേൾക്ക്. ഇപ്പോൾ ആരെല്ലാം ഹൃദയത്തിൽ തീരുമാനിക്കും, ഇനി മനസ്സറിഞ്ഞ ഒരു പാപത്തിലേക്ക് പോവുകയില്ല, മനഃപൂർവ്വമായി ഞാൻ പാപം ചെയ്യുകയില്ല, പാപത്തോട് യാത്ര പറയുന്നു. ആരെല്ലാം പാപത്തോട് യാത്ര പറയുന്നുണ്ട് അവരെ പരിശുദ്ധാത്മാവ് നടത്തും. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ വേറൊരു മാർഗമില്ല ക്രൈസ്തവ ജീവിതത്തിൽ. ശ്രദ്ധിക്കുക, ക്രൈസ്തവ മാർഗത്തിൽ വേറെ യാതൊരു ഒരു പരിഹാര മാർഗവുമില്ല. പാപത്തിന് മേൽ ജയം കിട്ടാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ പാപമോചനം പ്രാപിക്കുക, പാപത്തിന് മേൽ ജയം പ്രാപിക്കുക. പ്രിയപ്പെട്ടവർ, പാപമോചനം പ്രാപിച്ചു എന്ന വ്യാജേന ഇന്ന് അനേകർ പിന്നെയും പാപത്തിലേക്ക് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പാപത്തിന് മേലുള്ള ജയം ഒരു കർത്താവായ യേശു ക്രിസ്തു നേടിത്തന്നതാണ്. അതാണ് ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞ 6ാമത്തെ തിരുവഴി നിവർത്തിയായി. എന്താണ് നിവർത്തിച്ചത്? പാപത്തിന് മേൽ ജയം നിവർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. സാത്താൻ്റെ മേൽ ജയഘോഷം കൊണ്ടാടി അവൻ്റെ തലയെ കാൽവരി ക്രൂശിൽ തകർത്തു. ഇത് വിശ്വസിക്കാൻ ആരെല്ലാം ഉണ്ട്? ആ ജയാളിയായ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് ഇപ്പോൾ നോക്കാൻ ആരെല്ലാം ഉണ്ട്? ഇപ്പോൾ നിങ്ങളുടെ അരികിൽ ഒരു യാചകനെ പോലെ കരം നീട്ടി നിൽക്കുന്ന യേശുവിനെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ജയാളിയാണ്, അവൻ്റെ ജയത്തോടെ നടത്താൻ മതിയായവനാണ് വിശ്വസിക്കുന്നവരാരെല്ലാം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. എന്നാൽ ഇസ്രായേൽ ജനത്തിന് ഇത് കഴിഞ്ഞില്ല. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 37-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഇസ്രായേൽ ജനം 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള യുദ്ധസന്നദ്ധരായ പുരുഷന്മാർ 6 ലക്ഷം പേരെ നാം കാണും. ദൈവത്തിന് സ്തോത്രം. ഈ 6 ലക്ഷം പേരെ മോശ എണ്ണിയത് യുദ്ധസന്നദ്ധരായ ഭടന്മാർ എത്ര പേരുണ്ടെന്നാണ്. ദൈവത്തിന് സ്തോത്രം. 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ഇസ്രായേൽ ജനമാണ് ഈ 6 ലക്ഷം. മൊത്തം ജനം 25 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയിലുണ്ട് എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും വലിയൊരു ജനസമൂഹം മാത്രവുമല്ല, ഒരു വലിയൊരു സമ്മിശ്രജാതി അവരോടുകൂടെ ഉണ്ടായിരുന്നു. ഏതാണ് ഈ സമ്മിശ്രജാതി? ഇസ്രായേൽ മക്കൾ. അവർ ജാതികളുമായി ഇടകലരുത് എന്ന വ്യക്തമായ നിയമമുള്ളതാണ്. എന്നാൽ മിസ്രയീമിൽ ചെന്ന് പാർക്കുമ്പോൾ അവർ മിസ്രയീമിലെ ജാതികളോട് ഇടകലർന്നു. അനേകർ സമ്മിശ്രജാതിയായി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ആ വലിയൊരു സമ്മിശ്രജാതി ഇവരുടെ കൂടെ പോരുന്നുണ്ട്. അവരെല്ലാം പുറപ്പെട്ടു പോരുകയാണ്. സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം കാണാം. 32:12. അവരല്ലാതെ മിസ്രയീമിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സ് മുതൽ മേലോട്ടുള്ള ഒരുത്തനും ഞാൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചോ? മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോരുന്ന ജനത്തിൽ 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള യുദ്ധസന്നദ്ധരായ ഭടന്മാരിൽ ഒരൊറ്റ മനുഷ്യൻ പോലും എന്നോട് ചേരാത്തവരെല്ലാം അവരാരും വാഗ്ദത്തനാൽ എത്തുകയില്ല. വളരെ വ്യക്തമായി ദൈവം വചനം കൊടുത്തു. ദൈവം മോശയോട് ഇസ്രായേൽ ജനത്തിന് വചനം കൊടുത്തു. പ്രിയപ്പെട്ടവർ, അതേ ദൈവം ഇന്ന് ജീവിക്കുന്നു. അതേ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നാം ഓരോരുത്തരും പോകേണ്ടതാണ്. അതേ ദൈവമാണ് നമ്മെ ഈ ന്യായം വിധിക്കുന്നത്. മറക്കരുത്. അവനോട് ചേർന്ന്, അവൻ്റെ ഹൃദയത്തോട് പറ്റിച്ചേർന്ന് സ്നേഹത്താൽ നിറഞ്ഞവരായി ആരെല്ലാം ജീവിക്കുന്നുവോ
അവർക്ക് മാത്രമേ വാഗ്ദത്ത കനാലിൽ എത്താൻ ഒക്കുകയുള്ളൂ. കർത്താവായ യേശു പറഞ്ഞു, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഇതാണ് ക്രിസ്തീയ ജീവിതം. ഇതിൽ കുറഞ്ഞൊരു ക്രിസ്തീയ ജീവിതം പറയാനില്ല പ്രിയപ്പെട്ടവർ. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവായ യേശു ക്രിസ്തുവിന് തുറക്കപ്പെട്ട തിരുവിലാവിലേക്ക് കടക്കുവാൻ നിങ്ങൾക്ക് ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? എനിക്ക് ആ തിരുവിലാവിനുള്ളിൽ ഒളിച്ചിരുന്നാൽ മതി എന്നുള്ള ഹൃദയത്തിലെ വാഞ്ച ആർക്കെല്ലാം ഉണ്ട്? എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. വേറെ മാർഗമൊന്നുമില്ല, വേറെ യാതൊരു പരിഹാര മാർഗവുമില്ല. പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ, നിത്യനായ ദൈവം നമ്മോട് ചേർന്ന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേറെ ഒരു പരിഹാര മാർഗവുമില്ല. ദൈവത്തിൽ വസിക്കണം. ദൈവത്തിൽ വസിക്കാൻ മനസ്സാണോ? എൻ്റെ കാര്യപരിപാടികളോട് യാത്ര പറയാൻ എനിക്ക് മനസ്സാണോ? എൻ്റെ സ്വന്തം ഇഷ്ടങ്ങളോട് യാത്ര പറയാൻ എനിക്ക് മനസ്സാണോ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശാന്തമായി ചിന്തിക്കാം. സ്വന്തം ഇഷ്ടങ്ങളോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇനി ഞാനെന്ന് പറയുന്ന മനുഷ്യൻ ജീവിക്കുന്നില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ഹൃദയം കൊണ്ട് തന്നെ ത്യജിച്ചുകൊണ്ട്, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്ന് ജീവിക്കുന്നു. ഇതാണ് ക്രൈസ്തവ ജീവിതം. ഇതാണ് വാഗ്ദത്ത കനാലിലേക്കുള്ള യാത്ര. ആ യാത്രയിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങിയോ പ്രിയപ്പെട്ടവർ? നമുക്ക് ശാന്തമായി ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തോട് ചേരാഞ്ഞ, ഹൃദയം കൊണ്ട് ദൈവത്തോട് ചേരാഞ്ഞ ഒരുത്തരും വാഗ്ദത്ത കനാലിൽ കടക്കുകയില്ല എന്ന് ദൈവം സത്യം ചെയ്തു. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. സംഖ്യാപുസ്തകം 32-ാം അധ്യായം. സംഖ്യാപുസ്തകം 32-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. അന്ന് യഹോവയുടെ കോപം ജ്വലിച്ചു. അവൻ സത്യം ചെയ്ത് കൽപ്പിച്ചത് കെനിസ്യനായ യെഫുന്നയുടെ മകൻ കാലേബും നൂൻ്റെ മകൻ യോശുവയും യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രൈമിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സ് മുതൽ മേലോട്ടുള്ള ഒരുത്തനും ഞാൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. അവർ എന്നോട് പൂർണ്ണമായി പറ്റി നിൽക്കായക കൊണ്ട് തന്നെ. ആരാണ് വാഗ്ദത്ത കനാലിൽ എത്തുന്നത്? ആര് വാഗ്ദത്ത കനാലിൽ എത്തുകയില്ല? വളരെ കൃത്യമായി നിങ്ങൾ വായിച്ചു കേട്ടു. ഈ തിരുവചനം നമുക്ക് എല്ലാവർക്കും നമ്മുടെ കൈകളിലുണ്ട്, നമുക്ക് വായിക്കാനുണ്ട്. പ്രിയപ്പെട്ടവർ, എണ്ണപ്പെട്ട 20 വയസ്സ് മുതൽ 50 വയസ്സ് പ്രായമുള്ള യോദ്ധാക്കളായ 6 ലക്ഷം പേരിൽ ദൈവത്തോട് പറ്റിച്ചേർന്നത് 2 പേരെ, യോശുവയും കാലേബും. അവർക്ക് സാധിച്ചെങ്കിൽ എനിക്കും സാധിക്കും. അവർക്ക് സാധിച്ചെങ്കിൽ ഈ തലമുറയിൽ ജീവിക്കുന്ന അത്യാവശ്യക്കാർക്ക് സാധിക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതിൽ നിങ്ങൾക്ക് ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? ഇതുവരെയുമുള്ള എൻ്റെ കാലം നഷ്ടപ്പെടുത്തി കളഞ്ഞു, ഞാൻ പാപത്തിൽ മുഴുകി ജീവിച്ചു പോയി. എന്നാൽ ദൈവത്തിൻ്റെ വചനമുണ്ട്, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അറിയായ്മയുടെ കാര്യങ്ങളെ ദൈവം ക്ഷമിച്ചു തരും. ദൈവമക്കളെ, കർത്താവിനോട് നമുക്ക് ഇപ്പോൾ വാക്ക് പറയാം. കർത്താവേ, വന്നുപോയതെല്ലാം എനിക്ക് ക്ഷമിച്ച് തരണമേ. എൻ്റെ വന്നുപോയ പാപങ്ങളെല്ലാം തിരുരക്തത്താൽ കഴുകി തരണമേ. ഇനി മനസ്സറിഞ്ഞ് ഞാൻ ആ പാപത്തിലേക്ക് പോവുകയില്ല. നിങ്ങൾ വാക്ക് പറഞ്ഞാൽ, യഥാർത്ഥമായി നിങ്ങൾ അനുദപിച്ചാൽ, നിങ്ങൾ വാസ്തവമായി മാനസാന്തര ജീവിതത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചു തരും. പ്രിയപ്പെട്ടവർ, ദൈവത്തോട് ചേർന്ന് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും. യോശുവയും കാലേബും അവരുടെ ജീവിതം കൊണ്ട് അവർ തെളിയിച്ചു. വാഗ്ദത്ത കനാൽ ഒറ്റ നോക്കിയിട്ട് തിരികെ വന്ന് അവർ പറഞ്ഞു, ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നമുക്കത് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ സാധിക്കും, ജയജീവിതം സാധിക്കും. ഈ ഭൂമിയിൽ പാപം കൂടാതെ ജീവിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ബഹുഭൂരിപക്ഷത്തിനും അറിഞ്ഞുകൂടാ, പാപം കൂടാതെ ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? ഈ ജഡീക മനുഷ്യന് എങ്ങനെ ജീവിക്കാൻ പറ്റും? അനേകർക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അത് അവർക്കൊരു പഴങ്കഥയാണ്. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തിന് സ്തോത്രം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. ആത്മാവിൽ നമുക്കും ജീവിക്കാം, ഒരു പ്രയാസമില്ല. യോശുവയും കാലേബും ജീവിച്ചു. 20 വയസ്സ് അതിന് മേൾ പ്രായമുണ്ട 6 ലക്ഷം പേരിൽ 2 പേരായിരുന്നു യോശുവയും കാലേബും. അവർ 2 പേരും എന്നോട് പറ്റി നിന്നു എന്നാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്. പ്രിയപ്പെട്ടവർ, നമുക്ക് ഈ തലമുറയിൽ ദൈവത്തോട് പറ്റി നിൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അവരുടെ തിരുമാർവിൽ ചാരി നിൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആ തിരുമാർവ് തുറന്നതാണ്. എന്തിനാണ് ആ തിരുമാർവ് തുറന്നത്? അവൻ്റെ ഇടത്തെ തിരുവിലാവ് ക്രൂശിൽ കുത്തി തുറക്കപ്പെട്ടു. റോമൻ ഭടൻ്റെ കുത്തേറ്റ്, കുന്തത്താളുടെ കുത്തേറ്റ് ആ തിരുവിലാവ് തുറന്നത് എന്തിനു വേണ്ടിയാണ്? ഏദൻ പർദീസയിൽ ആദ്യ മനുഷ്യനായ ആദാമിൻ്റെ ഇടത്തെ മാറു തുറന്ന് അവിടെ നിന്നാണ്
ദൈവം ഒരു വാരി എല്ലെടുത്ത് സ്ത്രീയാക്കിയത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ആദ്യ മനുഷ്യൻ്റെ ഭാര്യയായ ആ സ്ത്രീയെ ദൈവമെടുത്തത് ആ ആദാമിൻ്റെ ഇടത്തെ മാറുവിടത്തിൽ നിന്നാണ്. അതേ മാറുവിടം തുടർന്ന് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ തൻ്റെ മാറുവിടം തുറന്ന് മണവാട്ടി സഭയ്ക്ക് ഇടം കൊടുത്തിരിക്കുന്നു. ആ തിരുവിലാവ് തുറന്നിരിക്കുന്നു. അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകുന്നു. ദൈവത്തിന് സ്തോത്രം. ആർക്ക് വേണ്ടി? ദൈവത്തിലെ നിന്നെ കഴുകുവാൻ, ജീവജലം നിന്നെ കുടിപ്പിക്കുവാനായി ആ തിരുവിലാവ് തുറന്നിരിക്കുന്നു. അവിടേക്ക് കടക്കാൻ നിനക്ക് മനസ്സുണ്ടോ? എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ആ കർത്താവിന് തിരുമാർവിലേക്ക് ആരെല്ലാം ഇപ്പോൾ കയറുന്നുണ്ടോ അവർക്ക് സുരക്ഷിതമാണ്, അവർക്കവിടെ സംരക്ഷണമുണ്ട്. ആ യേശു അവനോടുകൂടെ വസിക്കും. ആത്മാവിനാൽ ജഡത്തിന് പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഈ യോശുവായും കാലേബും ദൈവത്തോട് ചേർന്ന് നിന്നതുപോലെ, അവരോട് പറ്റിച്ചേർന്ന് നിന്നതുപോലെ ഈ തലമുറയിൽ നമുക്കും ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.